വയനാട്ടിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് MP ഉള്ള ഇടമാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് നിന്ന് മത്സരിച്ച് അവർക്കൊരു സേഫായിട്ടുള്ള ഇടം കൊടുത്തതാണ്. എന്നിട്ട് പോലും അവരോട് നീതി കാണിക്കാതെ പോയിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്, ഉത്തർപ്രദേശിലെ അമേത്തി രാഹുൽ ഗാന്ധി തോറ്റുപോയി. അത് ബി ജെ പിക്ക് അനുകൂലമായി ഉത്തർപ്രദേശിൽ വലിയ കുത്തൊഴുക്കുണ്ടായപ്പോഴാണ്. അന്ന് സ്മൃതി ഇറാനി എന്ന BJPയുടെ വലിയ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു അക്കാലത്ത് വലിയ നേതാവല്ലായിരുന്ന സ്മൃതി ഇറാനി എന്നൊരു ചെറുപ്പക്കാരിയുടെ മുമ്പിലാണ് ആദ്യം രാഹുൽ ഗാന്ധി തോക്കുന്നത്. ഈ റായ്ബറേലിയും അമേത്തിയും വർഷങ്ങളായി ഏതാണ്ട് 1950 മുതൽ ഇങ്ങോട്ട് തന്നെ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. അവിടെ തോറ്റപ്പോൾ ഇന്ത്യ രാജ്യത്ത് വേറെ ഒരിടത്ത് രക്ഷയില്ലാതെ മുസ്ലിം ലീഗ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വേണേൽ ഇവിടെ ഒരു അഭയസ്ഥാനം. അന്ന് വയനാട് പുതിയ മണ്ഡലം രൂപീകരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. വയനാട്ടിൽ വന്ന് നിൽക്കുകയാണ്. MI ഷാനവാസാണ് ആദ്യത്തെ വയനാട് മണ്ഡലത്തിലെ പാർലമെൻറ്റ് മെമ്പർ. അപ്പോൾ MI ഷാനവാസ്, എറണാകുളത്തുകാരുടെ MI ഷാനവാസ് അവിടെ കൊണ്ട് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ വലിയ ഭൂരിപക്ഷം ജയിച്ചു. അവിടേക്ക് രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധിയെ ഇരുകൈയും നീട്ടിയാണ് വയനാട്ടുകാർ സ്വീകരിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചത്. ഇന്ത്യയിലെ രണ്ടാമത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രിയാവാമെന്ന ആളെന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ വടക്കേന്ത്യയിൽ മൊത്തം കുറ്റിപറിച്ചോടിയ രാഹുൽ ഗാന്ധിക്ക് അവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് 0. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെയൊക്കെ കൂടെ നിന്നപ്പോഴാണ് ഇച്ചിരി സീറ്റ് അവിടെ ഇവിടെയൊക്കെ കിട്ടിയത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് അല്ല, രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിക്ക് വടക്കേന്ത്യയിലൊക്കെ ബിഗ് സീറോ ആയി മാറിയപ്പോൾ അഭയം കൊടുത്ത സ്ഥലമാണ് വയനാട്. അവിടെ മനുഷ്യചരിത്രത്തിൽ നമുക്ക് വിവരിക്കാനാവാത്ത തരത്തിലൊരു ദുരന്തമാണ് ഉണ്ടായത്. ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടലിൽ എത്രയോ മനുഷ്യൻ അവൻ്റെ എല്ലാ സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയത് ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോയത് നമ്മൾ കണ്ടത്. ധാരാളം കല്ലൊക്കെ ഇട്ടതല്ലേ എല്ലാം. അവിടെ സർക്കാർ പറഞ്ഞു, ഒരാളും മാറ്റി നിൽക്കും, ഒരാളിനെയും ഞങ്ങൾ മാറ്റി നിർത്തില്ല, എല്ലാവരെയും സംരക്ഷിക്കും. ഒപ്പമുണ്ട് സർക്കാർ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സർക്കാർ കൈനീട്ടി ആളുകളുടെ സംഭാവന വാങ്ങിച്ചു. മലയാളികൾ ലോകത്തിന് കേന്ദ്ര ഗവൺമെൻറ് അവഗണിച്ചു. ആ അവഗണനയിലും കേരള ഗവൺമെൻറ് പതറിയില്ല, ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ആർക്കാണ്? ആ മണ്ഡലത്തിൽ അഭയം കിട്ടിയ രാഹുൽ ഗാന്ധി. ആ മണ്ഡലത്തിലെ ജനങ്ങളാണ് അഭയം കൊടുത്തത്. ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും പറിച്ച് വിട്ടപ്പോൾ ഇവിടെ വന്നിട്ടാണെന്ന് കാലുകൂത്താൻ അഭയം കൊടുത്തത്. അയാളുടെ രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് ഒരു പൈസ കൊടുത്തില്ല. കേരളത്തിലെ മിക്കവാറും എല്ലാ MPമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് കൊടുത്തു. കേരളത്തിലെ UDFൻ്റെ കുറേ MPമാരും മാറി നിന്നൊഴിച്ചാൽ കേരളത്തിലെ നിയമസഭയിലെ MLAമാർ അവരുടെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൊടുത്തു. അങ്ങനെ വലിയ തോതിൽ പണം കിട്ടി. അതിനകത്തിൽ രാഹുൽ ഗാന്ധി ഒരു പൈസ കൊടുത്തില്ല. രാഹുൽ ഗാന്ധി പിന്നീട് അവിടുന്ന് രാജിവെച്ചിട്ട് അമേത്തിയിൽ ഇപ്രാവശ്യം ജയിച്ചപ്പോൾ അത് സമാജ്വാദി പാർട്ടിയുടെ കരുണ കൊണ്ട് അവിടെ ജയിച്ചത്, അല്ലാതെ കോൺഗ്രസിൻ്റെ കരുത്തുകൊണ്ടല്ല. ഇപ്പോൾ വീണ്ടും സഹോദരിയെ കൊണ്ട് അവിടെ മത്സരിപ്പിച്ചു. അവർക്കും വേറെ എങ്ങും നിൽക്കാൻ സീറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്ഥാനമില്ലാതെ ഇന്ത്യയിൽ അമ്പാട് വലഞ്ഞപ്പോഴാണ് ഇവിടെ തന്നെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെങ്കിലും മര്യാദ കാണിക്കണ്ടേ, അവരും ചെയ്തില്ല. കോൺഗ്രസ് ഇതിൻ്റെ പേരിൽ പ്രത്യേക ആപ്പ് വെച്ച് പിരിച്ചു. ആപ്പും കാണാനില്ല, കാശും കാണാനില്ല. യൂത്ത് കോൺഗ്രസ് ആണ് വലിയ തോതിൽ പിരിച്ചു. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനടിച്ചു തുലച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വലിയ വിവാദമായി. മുസ്ലിം ലീഗ് പക്ഷേ ഇതിനിടയ്ക്ക് വ്യത്യസ്തമായൊരു പാർട്ടിയാണ്. അവർ പിരിച്ചത് അവർ കുറച്ചെങ്കിലും വീടുകൾ വെച്ച് കൊടുത്തു. എന്നാൽ കോൺഗ്രസ് പിരിച്ചതിൻ്റെ കണക്കുണ്ടോ? ആപ്പുണ്ടോ? ആ ആപ്പ് അപ്രത്യക്ഷമായി, കണക്കില്ല. ആര് തന്നു, എവിടുന്ന് കിട്ടി, എത്ര പൈസ ഉണ്ട്, ഇതുവരെ അവർക്ക് പറയാം. ഒരൊറ്റ മാധ്യമങ്ങൾ കോൺഗ്രസിനോട് ഇത് അസൗകര്യപ്പെട്ട ചോദ്യം ചോദിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? കേരളത്തിലെ സർക്കാർ 417 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ 178 വീടുകൾ ആദ്യ റൗണ്ടിൽ പൂർത്തീകരിച്ച് ബാക്കി ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുക. അത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും സോഷ്യൽ മീഡിയയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ഈ നെറുകേടിനെതിരെ വലിയ ആക്ഷേപം വന്നപ്പോൾ നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസ് എന്ത് ചെയ്തു? ആന കയറി മേയുന്ന മനുഷ്യവാസം ഉപേക്ഷിച്ച് പോയ ഒരു തേയിലത്തോട്ടം വിലക്കെടുത്തു. അതിൽ കോൺഗ്രസ് ഏതാണ്ട് 400 പേർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചെടുത്ത് 3.25 ഏക്കറാണ് പോയി വാങ്ങിച്ചത്. ആ 3.25 ഏക്കർ വാങ്ങിച്ചെടുത്ത് നമ്മൾ ഈ 3.25 ഏക്കറിനകത്ത് ഒരു 10 സെൻറ്റ് വെച്ച് കൊടുത്താൽ പോലും എത്ര ഒരു 1 ഏക്കറിനകത്ത് 10 സെൻറ്റ് വെച്ചാൽ
10 പേര്. അതെ. അങ്ങനെ 3.25 ഏക്കറിനകത്ത് വന്നാൽ എങ്ങനെ പോയാലും ഒരു 30 പേരിൽ കൂടുതൽ താമസിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സ്ഥലത്ത് എന്ത് ചെയ്തു, ഈ സംസ്ഥാന ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ്, വീട് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ടൊരു കല്ലിടിയിൽ മാമാങ്കം നടത്തി. മെനഞ്ഞാന്ന് ഒരു ചാനലുകാർ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങ് മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു, ഒരൊറ്റ കല്ലുമില്ല, ഇട്ട കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്തിൽ, മേപ്പാടി പഞ്ചായത്തിലാണ് ഈ വാങ്ങിയ സ്ഥലം. മേപ്പാടി പഞ്ചായത്തിൽ ഒരു വീട് വെക്കുന്നതിനുള്ള പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. കബളിപ്പിക്കലാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പച്ചയായ കബളിപ്പിക്കൽ. പണം പിരിച്ചത് എവിടെയെന്നാൽ പണം പിരിച്ച ആപ്പില്ല, എത്ര പിരിച്ചു എന്ന് പറയുന്നില്ല, ആര് തന്നു എന്ന് പറയുന്നില്ല, എത്ര പേർക്ക് വീട് വെച്ചു, കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റുണ്ടോ? ആ ലിസ്റ്റില്ല. കബളിപ്പിക്കലിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ് തെളിയിക്കുന്നു. ഇപ്പോൾ ആ കല്ലിട്ടതുപോലെ അവിടെ കാണാനില്ല. ഞാൻ മാതൃഭൂമി ചാനൽ അവിടെ ചെന്ന് എല്ലാം പോയി നോക്കിയപ്പോൾ ഈ കല്ലിട്ടതേ കാണാനില്ല അവിടെ. ഇതെന്തൊരു പാർട്ടിയാണ്? ഇങ്ങനൊരു പാർട്ടി ഈ രാജ്യത്തുണ്ടോ? മനുഷ്യനെ കബളിപ്പിച്ച് പരസ്യമായി കബളിപ്പിക്കുന്ന ചിത്രം, സമീപകാല ചിത്രം ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും അധികാരം. ഈ പിരിച്ച കാശ് തിന്ന് കുളിച്ചവൻ നാളെ ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മറ്റാരുമല്ല പറയുന്നത്, പ്രവൃത്തിയിലൂടെ കോൺഗ്രസ് അനുദിനം നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശ്വാസ്യതയുടെ സർക്കാർ. ആദ്യം 178 വീട്, ഒരു ടൗൺഷിപ്പ്, അതേപോലെ തന്നെ അവരുടെ എല്ലാ ചെലവുകളും സർക്കാരാണ്. അതിനുശേഷം ബാക്കി 417 ബാക്കി വീടുകൾ വളരെ വേഗം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. സർക്കാർ എന്താണ് ഇനി ചെയ്യാനുള്ളത്? പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു സർക്കാരിൻ്റെ മുമ്പിലാണ് കോൺഗ്രസിൻ്റെ ഈ അപഹാസ്യ നാടകം, ഈ തട്ടിപ്പ് നാടകം. അതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ചേർന്ന് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു നാടകം ഇപ്പം നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ്സാണ്. സംസ്ഥാനത്തിൻ്റെ ഖജനാവൂടെ ഞങ്ങളെ തരാൻ പറയുന്നത്. അധികാരമില്ലാത്തപ്പോൾ പിരിച്ച പൈസ കൊള്ളയടിച്ച കോൺഗ്രസ്, അത് തിന്ന കോൺഗ്രസ് ഇനി സംസ്ഥാനത്തിൻ്റെ ഖജനാവൂടെ ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് വരുന്ന അപഹാസ്യ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ അപഹാസ്യതയെ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തകർത്ത് ദൂരെ എറിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം തുടർഭരണത്തിന് കോൺഗ്രസ് ഈ തട്ടിപ്പിലൂടെ വഴികാട്ടിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വയനാട്ടിൽ നിന്ന് അവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും, എല്ലായിടത്തുനിന്നും ഉണ്ടാവും. വയനാട്ടിലെ പാവപ്പെട്ടവനെ കബളിപ്പിച്ചത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ആർക്കവരെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസ്യത നഷ്ടപ്പെട്ട കോൺഗ്രസ് ആണ് ഇടതുപക്ഷ മുന്നണിയുടെ ട്രംപ് കാർഡ്. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി ഇതിനകത്ത് ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി കുറെ കലണ്ടർ കൊണ്ടുവന്ന് ആ കെട്ടിടങ്ങളിലൊക്കെ തൂക്കി, അത്രയും ഒരു ഇടപെടലാണ്, വേറെ ഒന്നും ചെയ്തില്ല. കലണ്ടർ തൂക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.